കോട്ടയം ജില്ലയിലെ മുഴുവൻ ആളുകളിലേക്കും എഴുത്തും വായനയും എത്തിക്കുവാനായി സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നിരക്ഷരരായവരുടെ സർവേ ആരംഭിച്ചു. മുണ്ടക്കയം പഞ്ചായത്തിലെ സർവേ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിലവിൽ 96.6%, 100% കോട്ടയം ജില്ല സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാ പഞ്ചായത്തുകളിലും നിരക്ഷരായിട്ടുള്ളവരെ കണ്ടെത്തി അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുക എന്നുള്ള ദൗത്യം നമ്മളെ ഏൽപ്പിക്കുകയും അതനുസരിച്ച് മുണ്ടക്കയം പഞ്ചായത്തിൽ 2 പ്രേരകമാരാണുള്ളത്. 21 വാർഡിലും സർവേ നടത്തി നിരക്ഷരരായിട്ടുള്ളവരെ കണ്ടെത്തി അവരെ സാക്ഷരരാക്കുക, നമ്മുടെ പഞ്ചായത്ത് സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ല സാക്ഷര ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേയുടെ ആദ്യത്തെ ആളിനെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 19-ാം വാർഡിൽ നിന്നുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചിക്ക് മലയാളം അറിയത്തില്ല, തമിഴാണ് സംസാരിക്കുന്നത്. ചേച്ചിയുടെ ആഗ്രഹമാണ് മലയാളം പഠിക്കണമെന്നുള്ളത്. 60 വയസ്സിന് മേളിലുള്ള ചേച്ചിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഈ പദ്ധതി ചേച്ചിയെ സർവേ ചെയ്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തി സാക്ഷരരാക്കുക എന്നുള്ള ആ സർവേയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ, ഷിജി ഷാജി, സുലോചന സുരേഷ്, ദിലീഷ് ദിവാകരൻ, സിനിമോൾ തടത്തിൽ ജിനീഷ് മുഹമ്മദ്, പ്രസന്ന ഷിബു, പ്രേരകന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയുടെ സാക്ഷരതയിലേക്ക് അത് 100% ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്നൊരു പരിപാടി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന് ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞ ദിവസം സാഹസത പ്രോഗ്രാം അവിടെ നടത്തിയിരുന്നു. ഇന്ന് സർവേയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. നമ്മൾ ഒരു ചേച്ചി തമിഴ്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.